ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിലെ ജീപ്പ് സഫാരി ത്രൂ ഇന്നർ ബ്യൂട്ടി ഓഫ് കാന്തല്ലൂർ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിനുവേണ്ടിയുള്ള ജീപ്പുകളാണ് കേട്ടോ ഈ വന്ന് കിടക്കുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ ചേട്ടൻ എത്തി. തന്റെ ഈ നീല ജീപ്പിലെ ചേട്ടനാണ് നമ്മുടെ ചേട്ടൻ. യുവിക്കുട്ടൻ കുറച്ച് കലിപ്പിലായിരുന്നു കേട്ടോ. അവസാനം ലാലേട്ട സോങ് പാടി സെറ്റാക്കി. ഇതെന്റെ 19ാമത്തെ അടവാണ് കേട്ടോ. ഒന്നും സെറ്റായില്ലെങ്കിൽ അവസാനം ലാലേട്ടനെ ഞാൻ ഇറക്കും. ചെക്കൻ ജനിച്ചപ്പോ തൊട്ടേ വലിയ ലാലേട്ടൻ ഫാനാണെന്നേ. ഇത്രയും വലിയ ചെറിയ ഫാനിനെ ആരെയും കണ്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ ജീപ്പ് സഫാരി തുടങ്ങി. ഭയങ്കര ത്രിൽഡ് ആണ്, കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സഫാരിക്ക് ഞാൻ പോയിട്ടില്ല. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വളരെ കംഫർട്ടിംഗ് ആയിരുന്നു. പുള്ളിക്കാരൻ ആദ്യം തന്നെ പാട്ടൊക്കെ വെച്ച് സെറ്റാക്കി തന്നു. എനിക്ക് സത്യത്തിൽ യുവിക്കുട്ടനെയും കൊണ്ട് പോവാൻ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നടുക്കിയിരിക്കുന്നത്. പോരാത്തേന് നമ്മുടെ സീറ്റർ ബാഗ് ഫ്രണ്ടിലേക്ക് ഇട്ട് അവനെ അതിലങ്ങ് പ്രതിഷ്ഠിച്ചു. ചെക്കനും ആഗ്രഹം കാണില്ലേ സീറ്റിലിരിക്കാൻ. നമ്മളെ ഇന്ന് 3-4 സ്പോട്ടിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണ്. ഈ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ലാലേട്ടന്റെ ഭ്രമരം മൂവി ഓർമ്മ വന്നു. ആ ഫിലിം കണ്ട് കുറെ കരഞ്ഞിട്ടുള്ളതാ. പിന്നല്ലേ അറിഞ്ഞത് ആ മൂവി ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇപ്പൊ ആലോചിച്ചപ്പോഴാ ജീപ്പ് ഓഫ് റോഡിംഗ് ഒക്കെ ആണല്ലോ ആ മൂവിയിലെ മെയിൻ. അങ്ങനെ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റി. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. സൈഡിലെല്ലാം ലെമൺ ഓയിൽ ഗ്രാസ് ആണ്, അതായത് നമ്മുടെ പുൽത്തൈലം എക്സ്ട്രാക്ട് ചെയ്യുന്ന പുല്ല്. ഇവിടെ ഫുൾ ഇങ്ങനെ ഹട്ട് മാതിരിയുള്ള സെറ്റപ്പ്. ഇവിടെ ഒരു ട്രീ ഹൗസും ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിൽ കയറാൻ നിന്നില്ല, കാരണം യുവിക്കുട്ടന്റെ സേഫ്റ്റി നമുക്ക് എൻഷുർ ചെയ്തേ പറ്റൂ. ഈ ഹണിമൂൺ കപ്പിൾസിന്റെ മെയിൻ ഉദ്ദേശം പോസ്റ്റ് വെഡിങ് ഷൂട്ടാണ് കേട്ടോ. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കാം. ഇവിടെ ഭയങ്കര വ്യൂ ആ. അതിനേക്കാൾ വ്യൂ ആണ് അവിടെ നിന്നാണ് അഭിരാം ശേഖർ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ദേർ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവിടെങ്ങും വഴിയില്ലല്ലോ, അഭി എന്താ ആകാശത്തേക്ക് നടന്നു പോവാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അതവിടുത്തെ ഡെഡ് എൻഡ് അല്ല കേട്ടോ, ഇനിയും താഴേക്ക് കിടക്കുകയാണ് സംഗതി. താഴെ ഇറങ്ങി ചെന്നപ്പോഴും അവിടെ ഒരു കടയും ഒരു ജനസമൂഹം വരെ ആ കടയിലും ഉണ്ട്. കട കണ്ടപ്പോൾ എനിക്ക് ലോകിക്ക് സന്തോഷമായി. അല്ല, ഞങ്ങൾക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടേ. എന്റെ പൊടിക്കുഞ്ഞ് ഞാനും യുവിയെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മോസ്റ്റ്ലി ക്യാരി ചെയ്തോണ്ട് നടന്നത്. എവിടെ ഇതൊന്നും സ്ലിപ്പറി അല്ലല്ലോ അല്ലേ? ഞാൻ നടക്കുമ്പോൾ നോക്കിക്കണം കേട്ടോ മൈ ഫുഡ് സ്റ്റെപ്സ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. സത്യം പറഞ്ഞാൽ ഫോണിലൊന്നും ഒന്നും കിട്ടുന്നില്ല. അവിടെ ചെന്ന് തന്നെ കണ്ടാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ദാ ഇവിടെ നിൽക്കുന്നവരെ കണ്ടോ, ഷീസ് ഫ്രം ഫ്രാൻസ്. നമ്മുടെ നാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാ. പുള്ളിക്കാരിയാണെ നോക്കി ഒരേ നിൽപ്പായിരുന്നു. കുറ്റം പറയാൻ പറ്റില്ല, ആരാണേലും നിന്ന് പോവും. എന്താ ഏകാന്തത, എന്താ ഒരു സമാധാനം. ദേ ഈ കാണുന്ന ചേട്ടനാണ് പുള്ളിക്കാരിയുടെ ഗൈഡ്. ഈ ചേട്ടൻ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ നടത്തുന്നതാ. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരിവിടം വരെ നടന്നാ വന്നേന്ന്. ഒരു 10 അടി പോലും മര്യാദയ്ക്ക് വെക്കാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി ഗൈസ്. പിന്നെ ഈ ചേട്ടൻ ചിന്നാർ ഫോറസ്റ്റ് വാക്കിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, യുവിക്കുട്ടനെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഓ, അഭിരാം ശേഖറിന്റെ ഗൈസ് വിളിയൊക്കെ കേട്ടോ, ഫുൾ സ്വാഗ് തന്നെ. ലൂക്ക പുള്ളിക്കാരൻ്റെ അടുക്ക കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. അത് ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ചതാ കേട്ടോ. UK നാട്ടിലൊരിക്കൽ വരുന്നതും പിന്നെ ഈ കാന്തല്ലൂര് വരുവോ ആവോ. അങ്ങനെ ഹണിമൂൺ കപ്പിൾസിന്റെ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ തകൃതിയായി നടക്കട്ടെ. ആ സമയത്ത് ഞാനും യുക്കുട്ടനും കൂടെ ഞങ്ങളുടെ കുട്ടി വ്ലോഗ് ചെയ്യാൻ പോയി. സ്വന്തമായിട്ട് തരുന്ന തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ കുഞ്ഞിനെയും കൂടെ ക്യാരി ചെയ്യുന്നത് അതിലേറെ പാടാണ്. ഭയങ്കര മാരക സ്പോട്ട് കേട്ടോ, ഒന്നും പറയാൻ വയ്യ. പറയാതിരിക്കാൻ വയ്യ. എവിടെയെങ്കിലും ഒരു കല്ല് കിട്ടിയായിരുന്നു ഇവിടെ ഇരിക്കായിരുന്നു. പക്ഷേ ഒരു കല്ലും കാണുന്നില്ല. അയ്യോ അച്ഛേ, പൊടിക്കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ വരുന്നത് ഒട്ടും സേഫ് അല്ല. ഓഫ് കോഴ്സ് സേഫ് അല്ല, ബട്ട് നമ്മളിങ്ങനെയൊക്കെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അതർ സൈഡ് ഓഫ് അതേഴ്സ് വ്യൂ. സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ആക്ച്വലി ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പിള്ളേർക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ എപ്പോഴും ഉള്ളൊരു ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു എന്താ പറയുന്ന ഒരു എക്സ്പോഷർ ഇറ്റ്സ് ആക്ച്വലി മാൻഡേറ്ററി ഐ ഗെസ്. ചെറുതായിട്ട് നടുവേദന എടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ദെൻ ഓൾസോ ഇറ്റ്സ് ഓക്കെ. അതില്ല, ചിന്നൂറ് ഓടി വരുന്നുണ്ട്. അണ്ടിൽ ദേ ആർ റീച്ചിങ് ഔട്ട് ടു മീ. നമുക്കൊരു കാര്യം ചെയ്യാം, വി ക്യാൻ ഹെഡ് ടു ദാറ്റ് ഷോപ്പ്. ഇതാണ് നമ്മുടെ കട. ഞാൻ തോന്നുന്നു സ്ട്രോബെറി. ഇത്രേ ഉള്ളൂ. ചേട്ടാ ഒരു ചായ. ഇതെന്താ ഈ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ്ലി വീഴുന്നു? ഇത് മലയെന്നൊഴുകി വരുന്ന മഴവെള്ളമാണ് കേട്ടോ. ഇതൊരു ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വാട്ടർ സപ്ലൈ സിസ്റ്റമായിട്ട് ഈ ചേട്ടൻ ഉപയോഗിക്കുന്നു. ചേട്ടനൊരു ബുദ്ധിമാൻ തന്നെ. നമുക്ക് അവിടെ നിന്ന് സ്ട്രോബെറി തന്നു കേട്ടോ. കാണാൻ നല്ല രസം ഉണ്ടായിരുന്നെങ്കിലും ചിലതിന് നല്ല പുളിയായിരുന്നു. ഞങ്ങൾക്ക് ഫ്രഷ്ലി പ്ലഗ്ഡ് സ്ട്രോബെറീസ് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി. നിങ്ങൾ അവിടെ ഇരുന്നോ, ഞാൻ പോയി പറിച്ചോണ്ട് വരാം. ഇതാണ് കേട്ടോ ചേട്ടന്റെ സ്ട്രോബെറി ഫാം. കുറച്ച് സ്ഥലമേ ഉള്ളൂ. സ്ട്രോബെറി ഫാം എത്തിയതാണ്. ഇതാണ് സ്ട്രോബെറി ഫാം. ഇവിടുന്ന് ഓറഞ്ച് വേണമെന്ന് ഓറഞ്ച് ലൂക്കി കൊടുത്ത്
ഓക്കെ, ഇതാണ് ചേട്ടൻ്റെ ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ വേറെ റിവ്യൂ. ഇതാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത് മാറിക്കാവും ഇവിടെ കൂടെ പോകുന്ന സ്ട്രോബെറി ഫാമിലേക്കുള്ള ഇറിഗേഷൻ സിസ്റ്റമാണിത്. ഇപ്പോൾ പറിച്ച നല്ല ഫ്രഷ് സ്ട്രോബെറി നോക്കട്ടെ. ഹായ്, ആ വലിയ സ്ട്രോബെറി എനിക്കാണ് കേട്ടോ. ഒരു തായ് സ്റ്റൈൽ ഹട്ട്. ഈ ഹട്ടിൽ ഇവിടുത്തെ എന്തോ നേറ്റീവ് പ്രോഡക്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ അത്രയിടം വരെ പോയി. ഇതൊരു അടിപൊളി ഹട്ടാണ് ഗെയ്സ്. നല്ല പൂക്കളൊക്കെ ഉണ്ടല്ലോ. ഹായ്, കൊള്ളാം കേട്ടോ. ഇതൊക്കെ ഇവിടെ നിന്നുള്ള പ്രോഡക്ട്സ് ആണോ? ഓറഞ്ച് ഒക്കെ. അപ്പൊ ഇവിടെയുള്ള പ്രോഡക്ട്സ് എന്താണെന്ന് വെച്ചാൽ ഓറഞ്ച്, മാതളം, നെല്ലിക്ക, പുൽത്തൈലം ഇതൊക്കെയാ. ഇതെന്താ സംഭവം? പുൽത്തൈലം എക്സ്ട്രാക്ട് ചെയ്യുന്നൊരു സെറ്റപ്പാണിത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പുൽത്തൈലം വാറ്റിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതുണ്ട് പുൽത്തൈലം വാറ്റിയെടുക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു പുൽത്തൈലവും വാങ്ങി അവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് ലൂക്കയ്ക്ക് ഒരു സംശയം. ഇയാൾ എവിടുന്ന് ഓറഞ്ച് പറിച്ചേ? ഇത് ഇവിടുത്തെ ഓറഞ്ച് തന്നെ ആണോ? ഇയാൾ എവിടുന്ന് പറിച്ചു വെച്ച ഓറഞ്ച്? അയാൾ എവിടുന്ന് പറിച്ചു വെച്ചെന്ന് അറിയത്തില്ല. അയ്യോ, അത് ചോദിക്കണ്ടായിരുന്നല്ലേ ഇവിടെ ഓറഞ്ച് ഫാം. പുൽത്തൈലൊക്കെ കറക്കി വൻ സ്വാഗിൽ അഭിരാം ഷെയർ ഇതാ വരുന്നുണ്ട്. ആപ്പിൾ തോട്ടം നോക്കി വന്നതാണ്. ഒരു ആപ്പിൾ മരം, ഒരു ഉണങ്ങിയ ആപ്പിൾ മരം. പക്ഷെ അഭിരാം ഷെയർ അവകാശപ്പെടുന്നത് അത് രണ്ടും സീസൺ ആകുമ്പോൾ കിളിക്കുമെന്നാണ്. ഞാൻ ചിന്നൂറോയെ ഏൽപ്പിക്കും കേട്ടോ ഇവനെ. കാരണം അവക്ക് എന്നെക്കാളും ഒരു കഴിവ് ഞാൻ കണ്ടുവരുന്നു. ഡേ കെയർ നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഭ്രമരം വ്യൂ പോയിന്റിൽ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാനായി ഞങ്ങളുടെ ജീപ്പ് ചേട്ടനെ ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയായി. നമ്മളുടെ നെക്സ്റ്റ് സ്പോട്ട് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് മുരുകൻ മല എന്നൊരു സ്ഥലമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ സ്പൾബർഗ്. ചേട്ടന്റെ പേര് ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പൊ നമുക്ക് ഇങ്ങനെ വിളിക്കാം. ചേട്ടൻ ആളൊരു സംഭവമാണ് കേട്ടോ. ചേട്ടന്റെ സ്കിൽസ് ഇനി നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ മുരുകൻ മലയിൽ പോകുന്നതിന് മുന്നേ മറയൂർ ശർക്കര ഫാക്ടറിയിൽ പോകുന്നുണ്ട്. നമ്മളിതാ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിച്ചേർന്നിരിക്കുന്നു, മറയൂർ ജാഗ്രി ഫാക്ടറി. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മറയൂർ ജാഗ്രി മേക്കിംഗ് ലൈവ് വ്യൂ. ഓക്കെ, എൻട്രൻസ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മറയൂർ ഈസ് ഫേമസ് ഫോർ ജാഗ്രീസ് ആക്ച്വലി. അപ്പോൾ നമുക്കിപ്പോൾ ലൈവായിട്ട് വിറ്റ്നസ് ചെയ്യാം ഹൗ ജാഗ്രീസ്. ആക്ച്വലി മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ GI ടാഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. GI ടാഗ് എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. 2019 ഇതിന് GI ടാഗ് ലഭിച്ചത്. തിരുപ്പതി ലഡ്ഡു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ മറയൂരിന്റെ ഒരു തനതായ ഉൽപ്പന്നമാണ് മറയൂർ ജാഗ്രി. മറയൂർ ശർക്കരയ്ക്ക് ഒത്തിരി പ്രത്യേകതകളും ഉണ്ട്. ഡാർക്ക് ബ്രൗൺ കളർ, റിച്ച് ഇൻ മിനറൽസ്, നോ കെമിക്കൽസ് ആഡഡ്, ഹൈ സ്വീറ്റ്നെസ് ആൻഡ് ലോ സോഡിയം കണ്ടന്റ്. ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഉള്ളതുകൊണ്ട് മറയൂരിൽ നിന്നുള്ള പ്രൊഡ്യൂസേഴ്സിന് മാത്രമേ മറയൂർ ശർക്കര സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫേക്ക് പ്രോഡക്ട്സിനെ പ്രിവെന്റ് ചെയ്യാനും ഒറിജിനൽ പ്രോഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയുള്ള ഒരു സംഭവമാണ് GI ടാഗ്. അപ്പൊ ഇവിടെ ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ അപ്പുറത്ത് ഷുഗർ കെയിൻ എക്സ്ട്രാക്ടിങ് നടക്കുന്നുണ്ട്. ആ ഷുഗർ കെയിൻ ജ്യൂസ് ആ പച്ച കണ്ടെയ്നറിനകത്ത് വീണിട്ട് ഈ പ്ലേറ്റ് കണ്ടെയ്നറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അവിടുന്ന് കുറുക്കി അത് പൗഡറാക്കി മാറ്റുന്നു. എങ്ങനെയുണ്ട് ജിഞ്ചർ? നോക്കട്ടെ. ദിസ് ഈസ് ജിഞ്ചർ ജാഗ്രി. ഇത് പ്ലെയിൻ. നമ്മൾ മസാലയല്ല വാങ്ങിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കാനുള്ള ഉദ്ദേശമാണ്. അപ്പം മസാല ശർക്കരയാണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള സാധനം. ഈ മസാല ശർക്കരയില് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുള്ള? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ്. 2-3 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല ആക്ച്വലി. മസാല, പിന്നെ ചോക്ലേറ്റ്, പിന്നെ റോ, എവറിത്തിങ് വാസ് ദെയർ. അപ്പം എല്ലാം അടിപൊളിയായിരുന്നു സത്യത്തിൽ. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു 3 പാക്കറ്റ്സെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം വീട്ടിൽ പോയിട്ട്. മെയിനായിട്ട് നമുക്ക് പായസം ഉണ്ടാക്കുന്ന മസാല ജാഗ്രീസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു എപ്പിക് ടേസ്റ്റ് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ചേട്ടൻ വെച്ച് പറപ്പിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് വരും വഴി ഒത്തിരി ചന്ദന മരങ്ങൾ കണ്ടായിരുന്നല്ലോ. ആ ചന്ദന കാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ ചന്ദന മരങ്ങളല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല. നമ്മുടെ സ്പൾബർഗ് ചേട്ടൻ പറയുന്നത് ഈ ചന്ദന മരങ്ങളുടെ ഇടയിലൂടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് വരാനാണ്. അങ്ങനെ ലൂക്കയിലെ ഫോട്ടോഗ്രാഫർ ഉണർന്നു. ഫോട്ടോഷൂട്ട് ഇൻ സാൻഡൽവുഡ് ഫോറസ്റ്റ്. വേറെ ലെവല് തന്നെ. നിങ്ങൾക്ക് ഇവിടെ വന്ന് സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ വയ്യായിരുന്നു? അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം ലേബൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലേബൽ ചെയ്തിരിക്കുന്ന എല്ലാം ചന്ദനമരങ്ങളാണ്. ഇത് വീണാൽ മാത്രമേ ഗവൺമെന്റ് ഇത് എടുത്തുകൊണ്ട് പോകത്തുള്ളൂ, അല്ലാതെ ഇത് ട്രീ കട്ടിങ് ഇവിടെ ഇല്ല. ഹായ് മാൻ, അനങ്ങുന്നുണ്ട്, അതാണ് മാൻ. ഇതൊക്കെയോ കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. മൈക്ക് ഓണായത്
മലമുഴക്കി വേഴാമ്പലിൻ്റെ ശബ്ദമെന്ന് തോന്നുന്നു കേട്ടോ. എനിവേ ഇറ്റ്സ് ഓസം. ആദ്യമായിട്ടാണ് ഞാൻ ചന്ദനമരങ്ങളുടെ കണ്ടിട്ടുണ്ട്. ചന്ദനമരങ്ങളുടെ അടുത്ത് എന്നിങ്ങനെ നിൽക്കുന്നതും ഒക്കെ നല്ല രസമുണ്ട്. എന്തായാലും കുറേ പേരിവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലേസ് ആണ് മുരുകൻ മല. ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് ഭ്രമരം മൂവിയുടെ ക്ലൈമാക്സ് സീൻസ് ഒക്കെ ഓർമ്മ വന്നു. ഇവിടെ വെച്ചായിരിക്കണമല്ലേ അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഉറപ്പില്ല കേട്ടോ, എനിക്ക് തോന്നിയതാണ്. കട്ട ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ അതിഭയാനകമായ ഓഫ് റോഡിങ്. സത്യം പറഞ്ഞാൽ എനിക്ക് യൂക്കൂട്ടനെ കൊണ്ട് നല്ല പേടിയായി കേട്ടോ. പക്ഷെ നമ്മുടെ സ്പൾബർഗ് ചേട്ടൻ പൂ പറിക്കുന്ന ലാഘവത്തോടെയല്ലേ ഈ മലയൊക്കെ കയറി പോയത്. ദാ ഈ ഇറക്കമൊക്കെ ഇറങ്ങിയപ്പോ എന്റെ ജീവൻ പോയി. പുള്ളിക്കാരൻ നമ്മളെ അവിടെ ഇട്ട് കുറെ റൗണ്ട് അടിച്ചു കേട്ടോ. പുള്ളിക്കാരൻ നമ്മുടെ എന്റർടൈൻമെന്റ് ആണ് മുഖ്യം. അപ്പം ഭ്രമരത്തിലെ ആ ഒരു സീൻസൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിൽ ആ കറക്റ്റ് സംഭവം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. സത്യത്തിൽ വലിയ മലയിൽ കൂടെയൊക്കെയാണ് ജീപ്പ് കയറി പോയത്. ടു ബി ഫ്രാങ്ക് ഭയങ്കരമായിട്ട് പേടിച്ചു. എന്തായാലും കൊള്ളാം, സംഭവം കൊള്ളാം. ഭയങ്കര ഒരു റോക്കി സ്ട്രക്ചർ. എന്തൊരു പറയാന്നറിയോ. സോ ഇഫ് യു ക്യാൻ സീ, കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു comparatively as the place we are staying, okay, it is like somewhat hot. കാരണം കോട ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നി പാറയുടെയൊക്കെ ചൂടാന്ന് തോന്നുന്നു. നമ്മുടെ ജീപ്പ് ഈ അതിനകത്തിരിക്കുന്ന ചേട്ടനാണ് ഇത്രയും വലിയ അതിസാഹസികമായ കാര്യങ്ങളൊക്കെ കാണിച്ചത്. ഞങ്ങൾ ശരിക്കും പേടിച്ചുപോയി. അവിടുന്നൊക്കെ നമ്മളത് എങ്ങനെ ഇറങ്ങുമെന്ന് നമ്മൾ വിചാരിക്കും. കേട്ടോ, അവിടുന്ന് താഴേക്ക് ഒരു വലിയ സ്റ്റീപ്പുണ്ട്. അതൊക്കെ നിഷ്പ്രയാസമാണ് അത് ഇറങ്ങുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ കാണാൻ പോലും പറ്റത്തില്ല. അവിടെ വല്ലാത്തൊരു സ്റ്റീപ്പാണ്. ഈ ചേട്ടന്മാരൊക്കെ കുറച്ച് ഡ്രോൺ പറത്തി കളിക്കുന്നുണ്ട്. നമുക്ക് ഡ്രോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അഭിരാംശം പോസിങ് ഒക്കെ കണ്ടോ. കിടക്കാച്ചി ഫ്രെയിമാണ് സത്യത്തിൽ. ഇവിടെ ഫുള്ള് ഈ ജീപ്പ് ഇല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ചെറുക്കൻ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കളിയും ചിരിയും. പാല് വേണോ യൂക്കുട്ടി? ഇവിടെ നല്ല ചൂടുണ്ട്. എന്തുവാ പറയുന്നേ? എന്റെ കുഞ്ഞ് പാല് വീണോ? വിശക്കുന്നുണ്ടോ? ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരമാണ് കേട്ടോ ഈ സ്ട്രക്ചേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ശരിക്കും എന്താണെന്നറിയോ? മെഗാലിത്തിക് ബെറിയൽസ് ആണിത്. ഇതുണ്ടല്ലോ അയണേജ് കാലഘട്ടത്തിൽ ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരെ അടക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ്. ദാ ഈ പിക്ചറിലെ സ്ട്രക്ചർ കണ്ടോ? 2 വെർട്ടിക്കൽ കല്ലും അതിന് മീതെ ഒരു ഹൊറിസോണ്ടൽ കല്ലും. ഇതിന്റെ പേരാണ് ഡോൾമെൻസ്. ഇവിടെ കാണപ്പെടുന്നതും ഈ ഡോൾമെൻസ് ആണ് കേട്ടോ. ദാ ഈ ജീപ്പ് വരുന്നത് നമുക്ക് ലൈവായിട്ട് വിറ്റ്നസ് ചെയ്യാം. ഈ ചേട്ടനാണെങ്കിൽ അവിടെ ഇറങ്ങി കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ കയറ്റുന്നത്. നമ്മുടെ ചേട്ടനാണെങ്കിൽ ഒന്നും മാറ്റാൻ നിന്നില്ല, ഒറ്റയടിക്കല്ലേ കയറി വന്നത്. ദാ വരുന്ന ആ വരവ് കണ്ടോ, എന്താ അല്ലേ? ശരിക്കും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ. അതും ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമുള്ള ജീപ്പുകളും കൊണ്ടാണ് കേട്ടോ ഈ ചേട്ടന്മാർ ഈ സാഹസങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പോഴേക്കും സമയം ഒരു 1:30 ആയി കേട്ടോ. അടുത്തതായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഒരു കുട്ടി ഹോട്ടലാണെങ്കിലും നല്ല വൃത്തി, നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ 4 മീൽസ് കഴിച്ചു വിത്ത് ഫിഷ് ഫ്രൈ ആൻഡ് ഓംലെറ്റ്. അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ. ഇരച്ചിൽ പാറ വാട്ടർഫാൾസ്. എനിക്കിത് കണ്ടിട്ട് ബാഹുബലിയിലെ വെള്ളച്ചാട്ടം ഓർമ്മ വന്നു കേട്ടോ. കാരണം ആ മലയെന്നുള്ള ഉത്ഭവനം അതൊക്കെ കാണുമ്പോൾ കറക്റ്റ് ബാഹുബലിയെ പോലെ ആ മലയുടെ മുകളിൽ എന്താ എന്നറിയാൻ എനിക്ക് തോന്നി. ദാ ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത് ഈ പുഴയിലേക്കാണ് കേട്ടോ. ഈ പുഴയുടെ വ്യൂ കിട്ടുന്ന ഒരു കടയിൽ കയറി ഞങ്ങൾ പഴംപൊരിയും ചായയും എന്തൊക്കെയോ കഴിച്ചു. എവിടെ ചെന്നാലും തീറ്റി മസ്റ്റാണല്ലോ. അടുത്ത് ഞങ്ങൾ പേരറിയാത്ത ഏതോ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയി. പക്ഷെ എനിക്ക് യുക്കുട്ടനും പണി കിട്ടി. ഡൗൺവേർഡ് ട്രക്കിംഗ് ചെയ്തു പോയി കാണേണ്ട ഒരു വെള്ളച്ചാട്ടമായിരുന്നു അത് യുക്കുട്ടനെ കൊണ്ട് കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാനും യുക്കുട്ടനും പോയില്ല. എനിക്ക് കൂട്ടായിട്ട് ചിന്നു റോയും പോയില്ല. അബിയും ലൂക്കയും കൂടെ പോയത് കണ്ടു. ഈ കുരങ്ങന്മാരെ കണ്ടോ? യുവന്മാര് ഭയങ്കര ടെററായിരുന്നു കേട്ടോ. എനിക്ക് സത്യത്തിൽ പേടിയായി. യുക്കുട്ടനെ എങ്ങാനും എടുത്തോണ്ട് ഓടുവോന്ന് ഓർത്തു. നമ്മളടുത്തത് ഒരു പ്രൈവറ്റ് വാട്ടർഫാൾസിലാണ് പോയത് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന റോഡും ഭയങ്കര ഓഫ് റോഡിങ് ആയിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കയ്യെങ്ങാനും വിട്ട് അപ്പ താഴെ കിടക്കും. ഞങ്ങള് സകല ദൈവങ്ങളെ വിളിച്ചോണ്ടായിരുന്നിരുന്നു. യുവക്കുട്ടനാണെങ്കിൽ പൂരം ഉറക്കും. ചെക്കൻ തൊട്ടിൽ കിടന്ന് ആടുവാണെന്ന് ഓർത്ത് കാണും. ഇത്രയൊക്കെ സൈറ്റ് സീയിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൂക്ക ചരിഞ്ഞു. ചക്ക വെട്ടിയിട്ട പോലെ കിടക്കുന്ന കണ്ടോ. ഞങ്ങൾ എല്ലാരും ക്ഷീണിച്ചു കേട്ടോ. വെള്ളച്ചാട്ടം, ഓഫ് റോഡിങ്ങിനൊക്കെ പോകുന്ന ആദ്യത്തെ ഒരു കുഞ്ഞായത്. ഇവിടെ അപാര ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും യുക്കുട്ടനും മാത്രം മാറി നിൽക്കുക. ഇത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഫോട്ടോഷൂട്ട് കണ്ടോ. അതില്ല ചിന്നു റോയ് ആൻഡ് ലൂക്ക ആൻഡ് അഭിരാം ശേഖരത്തെ ഫോട്ടോഗ്രാഫർ. പമ്പൻ ഫോട്ടോഷൂട്ട്. ഞാനും യുക്കുട്ടിരിക്കുന്ന കണ്ടോ. ഞങ്ങൾക്ക് പോകാൻ വയ്യ.
ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. അമ്മച്ചിക്ക് പേടിയാ, അതുകൊണ്ടല്ലേ കുഞ്ഞിനെ കൊണ്ട് അവിടെ പോയി നിൽക്കാൻ പേടിയാ. അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് ഹണി റോക്കിലാണ്. ഹണി റോക്ക് എന്ന് കേട്ടപ്പോൾ ഞാൻ കരുതിയത് എന്തോ പ്രത്യേകതയുള്ള റോക്ക് സ്ട്രക്ചർ ആണെന്നാ. പക്ഷെ ഇത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. എന്താണെന്ന് കാണണ്ടേ? വാ. അവിടം വരെ കയറാൻ പറ്റുമല്ലേ? അവിടം വരെ കയറണമല്ലോ. അടുത്തെന്തെങ്കിലും കഴിക്കാൻ ഇച്ചിരി ദഹന പ്രക്രിയക്ക് വേണ്ടി വേണം കയറാം. അയ്യോ അമ്മേ, അമ്മ കണ്ടോ? കാരണം ഇതാണ് കണ്ടോ, ഹണി കോംസ്. ഓ മൈ ഗോഡ്, ഇഷ്ടം പോലെ ഉണ്ടല്ലോടോ. അയ്യോ കൊള്ളാം കൊള്ളാം. ഇപ്പം മനസ്സിലായില്ലേ ഇവിടെ എന്താ ഹണി റോക്സ് എന്നറിയപ്പെടുന്നതെന്ന്? ഈ റോക്ക് സ്ട്രക്ചർ ഫുള്ള് ഹണി കോംസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു പ്രതിഭാസം കാണുന്നത്. ഞാൻ സാധാരണ തേനീച്ചക്കൂട് കണ്ടിട്ടുള്ളത് വല്ല മച്ചിന്റെ മുകളിലും മരത്തേലും ഒക്കെ. ഇപ്പം മനസ്സിലായില്ലേ പാറ ഇടുക്കിലും തേനീച്ച കൂട് വെക്കുമെന്ന്. ഈ ഹണി റോക്കോടെ ഞങ്ങളുടെ ജീപ്പ് സഫാരി അവസാനിച്ചു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ പോയി. രാത്രിയായപ്പോ തണുത്ത് വിറച്ചു കിടക്കുന്ന പൂളിലും ചാടി. എന്തൊരു സോക്കേടാ അല്ലേ? വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് കളിക്കുന്ന പിള്ളേരെ കണ്ടോ ഈ തണുപ്പത്ത്? കുട്ടി നോക്കുക, കുട്ടി നോക്കുക, ഇവരൊക്കെ എന്തോ കാണിക്കുന്നു. വെള്ളത്തിൽ ഈ തണുപ്പത്തിൽ കിടന്ന് അഹങ്കാരം. അത് കഴിഞ്ഞ് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും യുവിക്കുട്ടനും അതിന്റെ അടുത്ത് ചെന്ന് നിന്ന് തീ കാഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആസ് യൂഷ്വൽ ലാലേട്ടൻ സോങ് ഒക്കെ ഇട്ട് യുവിക്കുട്ടനെ പറ്റിച്ചുകൊണ്ട് ഡിന്നർ കഴിച്ചു. അപ്പോൾ നമ്മുടെ പാർട്ട് 2 കാന്തല്ലൂർ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇത്ര ലെങ്തി ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് 2ഉം 3ഉം പാർട്സ് ആയിട്ടൊക്കെ ഇത് കാണിക്കേണ്ടി വരുന്നത്. നാളെ ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ കാണാൻ പല കാര്യങ്ങളും ബാക്കി വെച്ചിട്ടുണ്ട്. അത് അടുത്ത പാർട്ടിൽ കാണിക്കാം. Until then, Blends of Ash signing off. Please do watch, like, share and subscribe my channel.